ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസം കഴിയുന്തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരും. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ്. ഇനിയും നാറാൻ നിൽക്കണോ? മറ്റിടത്ത് ആല് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് ഇതൊന്നും എനിക്ക് കാര്യമല്ല. കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ. ഈ രാജ്യത്തിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത്. ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകണം. കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നതാണ്. നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത കാലത്തെ വീഡിയോയൊന്നുമല്ല, അല്പം പഴയതാണ്. എന്നാൽ പഴയതായാലും പുതിയതായാലും വീഡിയോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. കോൺഗ്രസ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ളതാണ് വീഡിയോ. മുഖ്യന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയും തോറും ഇനിയും തെളിവുകൾ ഭരണപക്ഷത്തിനെതിരെ പുറത്തുവരും. എന്നിട്ടും മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ല. വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് രാജിവെച്ചതിന് ശേഷം ഇറങ്ങിപ്പോകുന്നതാണെന്നും പിണറായി വിജയൻ പറയുന്നു. എന്തായാലും പിണറായി വിജയൻ വീഡിയോയിൽ പറയുന്നത് തന്നെയായിരിക്കും ജനങ്ങൾക്ക് ഇപ്പോൾ പിണറായിയോട് പറയാനുള്ളത്. പിണറായി, വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് രാജിവെച്ചതിന് ശേഷം ഇറങ്ങിപ്പോകുന്നത് തന്നെയായിരിക്കും. കാരണം ഇടത് സർക്കാരിന്റെ തുടർ ഭരണത്തിൽ മനം മടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും സകല കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. കൂടാതെ കടമെടുത്ത് കേരളത്തെ കുത്തുപാളയടിപ്പിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് കോടികൾ മുടക്കിക്കൊണ്ട് ആദ്യം കേരളീയവും തൊട്ടു പിന്നാലെ കക്കൂസ് ബസുമായി നവകേരള സദസ്സ് തുടങ്ങിയ കസർത്തുകളും നടത്തിയത്. എന്തായാലും വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് മുഖ്യ പെട്ടെന്ന് രാജിവെച്ചതിന് ശേഷം ഇറങ്ങിപ്പോകുന്നത് തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.